ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആശുപത്രിയിൽ നമ്മുടെ കുറച്ച് പേഷ്യൻസ്, പാലിയേറ്റീവ് പേഷ്യൻസിനെയും കൊണ്ട് ഒരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് മീൻസ് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ദിവസത്തെ ആഹാരം, പിന്നെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. ഇത് ഹൗസ് ബോട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. കുറേ പേഷ്യൻസ് ഉണ്ട്. ഞങ്ങളൊരു മെഡിക്കൽ ടീം ഫുള്ളോടാണ് പോകുന്നത്. അപ്പം പോകുന്നിടത്ത് എല്ലാ കാഴ്ചകളും നമ്മൾ കാണാം. അപ്പോൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഓരോരോ ചേച്ചി ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യും. സേത് ചേച്ചി, ഞങ്ങളുടെ ആശുപത്രിയിലെ ഞങ്ങളുടെ ഡോക്ടറാണ്. മേഡത്തിൻ്റെ പേര് മേഡം തിരുവനന്തപുരത്തുള്ളതാണ്. മേഡം ഒരു ക്രിസ്ത്യനാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ മേഡം പ്രാർത്ഥിച്ചിട്ടൊക്കെ വണ്ടി മൂവ് ചെയ്യാൻ വിചാരിക്കും. കാരണം കുറച്ച് പേഷ്യൻസൊക്കെ അല്ലേ, എല്ലാവരും സുഖമില്ലാത്തവരൊക്കെ അല്ലേ. അപ്പം പ്രാർത്ഥിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ദൂരയാത്ര പോകുമ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചിട്ട് പോകുന്നതായിരിക്കുമല്ലോ നല്ലത്. അപ്പം ഈ ഒരു പ്രാർത്ഥന നടക്കുക. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയൊക്കെ വിട്ടത്, ഈ കുട്ടി എന്ന് പറയും കുഞ്ഞ് കണ്ട്, അത് മാഡത്തിൻ്റെ ഇളയ മോനാണ്. അപ്പം ഭയങ്കര ഡാൻസൊക്കെയാണ്, ഭയങ്കര ഡാൻസ് കളിയൊക്കെയാണ്. പിന്നെ എല്ലാവരും വളരെ എൻജോയ് ചെയ്യുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇനി നമ്മൾ കണ്ട ഏകദേശം എനിക്കൊന്ന് ആലപ്പുഴയൊക്കെ അടുക്കാറാവുന്നുണ്ട്. അപ്പം ഞാൻ പേഷ്യൻസിൻ്റെ എല്ലാവരുടെയും ഇറങ്ങുമ്പോൾ ഞാൻ ഓരോരുത്തരെയും കാണിക്കാം. എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. അവർക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു റിലാക്സേഷനാണ്. ഇപ്പം പുറത്തോട്ട് വന്നപ്പം വീട്ടിൽ നിന്ന് വയ്യാതിരിക്കുന്നവർ, ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട്, ഷുഗർ വന്ന് കാലിനൊക്കെ വയ്യാത്തവരുണ്ട്, നടക്കാൻ കഴിയാത്ത വീൽചെയർ, ഈ നമ്മുടെ ഊന്നുവടിയുടെ സഹായത്തോടൊക്കെ നടക്കുന്ന അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് ഞങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവർക്കും വളരെ ഒരു സന്തോഷമുള്ളൊരു ദിവസമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ ആ സ്പോട്ടിലെത്തി, ആലപ്പുഴ അവിടെ സ്പോട്ടിലെത്തി. നമ്മൾ ഓരോരുത്തരെയും കണ്ട് എല്ലാവരെയും ഇറക്കുകയാണ്. നല്ല വെയിലുണ്ട് ഇവിടെ. നമ്മൾ ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഫാമിലിയായിട്ട് വരുന്നതുകൊണ്ടല്ലല്ലോ, വയ്യാത്തവരെയൊക്കെ അവരുടെ സാഹചര്യം അനുസരിച്ചുമൊക്കെ ഇറക്കുകയും സമയത്ത് കൊണ്ടുവിടുകയൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് കണ്ടോ, ഒരു ചേച്ചിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ തീരെ ഇറങ്ങാൻ പറ്റുന്നില്ല. ആ ചേച്ചിക്ക് ഞങ്ങൾ വിഷമിച്ച് പോയി. വണ്ടിയിൽ നിന്ന് കാല് വെളിയിലോട്ട് ഇറക്കാനേ പറ്റാത്തൊരവസ്ഥ. വീൽ ചെയറൊക്കെ വെച്ചിട്ടാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ചേച്ചിയെ ഭയങ്കര പാടാണ്. എല്ലാവരുടെ ട്രൈ അവിടെ ഞങ്ങൾ ഇറങ്ങി അങ്ങോട്ട് നമ്മുടെ ആ ബോട്ട് കിടക്കുന്ന സ്ഥലത്തോട്ട് എല്ലാവരും മൂവ് ചെയ്യുകയാണ്. പേഷ്യൻസൊക്കെയാണ് അവർ മൂവ് ചെയ്യുന്ന ദൃശ്യമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഈ സന്തോഷത്തോടാണ് പോകുന്നത്. അല്ല, അതിലേ വരാൻ തോന്നുന്നു. ചോദിച്ചല്ലോ ഉണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ അത് 3 വയസ്സ്.
ബാത്റൂമിൽ പോകേണ്ടവർക്കൊക്കെ അകത്തുണ്ട്. അങ്ങോട്ടങ്ങ് പോകും. ബാത്റൂമിലോട്ട് ഇടാൻ പറ്റും എല്ലാവരും. ഊരി തന്നെയാണ്. ആർക്കെങ്കിലും കിടക്കണമെന്നുള്ളവർക്കൊക്കെ കിടക്കാതെ. ആണോ? ഓ ചെരുപ്പിന് കുഴപ്പമില്ല. ഇവിടെയും ബെഡ്റൂം ഉണ്ട്. താഴെ കുറച്ചുകൂടെ തണുപ്പുണ്ട്. അപ്പാ അല്ല ഈ സേതുനോട് പറഞ്ഞു സേതു നോക്കിക്കോണം. പിന്നെ നമുക്കറിയില്ല. റൂമിൽ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമില്ലേ? ഡാൻസ് ചെങ്കടൽ രണ്ടാകുന്നു കാണാത്ത ആനന്ദമൂർത്തി അയ്യപ്പ. ഒരാളോട് ചെല്ലാൻ ആരെങ്കിലും പോകുന്നവര് വേണ്ടാടി പേടി.
വേണ്ട വേണ്ട റിസ്കാ കഷ്ടകാലം പിടിച്ചത് വേണ്ട എനിക്ക് പേടിയാ വേറെ ആരെങ്കിലും ചെല്ലു പോ ഞാൻ പോകുന്നില്ല എനിക്ക് എന്നാ അതാണ്ട് ഈ ഫോണാ കൊടുത്തേക്ക് എനിക്കൊരു പേടിയടി ഒന്ന് കയറി ഒന്ന് ഫ്രീ ആണോ നാളെ വരാമെന്ന് ഒന്ന് കയറിയോ ഒന്ന് ഫ്രീ ആണെങ്കിൽ ആള് വരാമെന്ന് ഇതൊക്കെ എല്ലാം ഉള്ള ഒരു സന്തോഷം അതവിടെ ഫ്രണ്ടിന് ഫോണ് മുറുക്കെ പിടിച്ചോണം കയ്യിൽ നിന്ന് പോകും. ഒരെണ്ണം സന്തോഷമായോ? ഹാപ്പിയാണോ? ഇല്ല, ഭയങ്കര സന്തോഷമായി. അമ്മയ്ക്ക് സന്തോഷമായോ? ആണോ? ആൻറ്റിക്കോ? അച്ഛന് സന്തോഷമായോ? അനുഗ്രഹിക്കട്ടെ അല്ലേ? അത് തന്നെ, നമ്മളെ എപ്പോഴും വീട്ടിലിരുന്ന് ഇന്നത്തെ ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കുട്ടികളെ? വളരെ സന്തോഷം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? സൂപ്പറായിരുന്നോ ഇന്നത്തെ യാത്ര? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ? അടിപൊളി. അച്ഛന് ഇഷ്ടപ്പെട്ടോ? അച്ഛന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ട. ഒരു ദിവസം ഇങ്ങനെ പോയി ഇല്ലേ? लगाए न लगे और बुझाए न बने, जो लगाए न लगे और बुझाए न बने। इश्क पर जोर नहीं है वो आतिश वाले। मुझे